വായിക്കട്ടെ. ഏവർക്കും പുതുവേലി കാറ്റഗിസം ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അലേഖ ക്യാദർമലസൻ ചെറിയത്ത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ ആരംഭിക്കുന്നു. ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരം. മാർപ്പാപ്പ, പാരീസ്. വ്യത്യസ്തതകൾക്ക് അതീതമായി ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് ഒളിമ്പിക്സ് മത്സരങ്ങളെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പാരീസിലെ സെന്റ് മേരി മഗ്ദലേന ദേവാലയത്തിൽ അർപ്പിച്ച സമാധാനത്തിനു വേണ്ടിയുള്ള ദൈവബലിയിൽ മാർപ്പാപ്പയുടെ സന്ദേശം വായിച്ചു. ജൂബിലി വർഷത്തിലെ വിശുദ്ധ വാതിലുകളിൽ വ്യക്തത വരുത്തി വത്തിക്കാൻ സിറ്റി. 2025 ജൂബിലി വർഷത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും മറ്റ് 3 പേപ്പൽ ബസിലിക്കകളായ സെന്റ് ജോൺ ലാറ്ററൻ, സെന്റ് മേരി മേജർ, സെന്റ് പോൾ എന്നിവിടങ്ങളിലും പാപ്പയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഒരു ജയിലിലും മാത്രമാകും വിശുദ്ധ വാതിൽ തുറക്കുകയെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. അമ്മമാർ സമൂഹത്തിൽ കരുത്തോടെ പ്രവർത്തിക്കണം. മാർത്തട്ടിൽ. കാക്കനാട്. അമ്മമാർ കുടുംബത്തിന് സംരക്ഷണം ആകുന്നതിനോടൊപ്പം തന്നെ സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയ മേഖലയിലും കരുതലോടും കരുത്തോടും കൂടി പ്രവർത്തിക്കണമെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സിറോ മലബാർ മാതൃവേദിയുടെ ഗ്ലോബൽ ജനറൽ ബോഡി മീറ്റിംഗ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാടിനും വെലങ്ങാടിനും താങ്ങേകാനുള്ള നടപടികളുമായി കേരള സോഷ്യൽ സർവീസ് ഫോറം. കോട്ടയം. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനും വെലങ്ങാടിനും സുസ്ഥിര പുനരധിവാസത്തിന് നേതൃത്വം നൽകാൻ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ചുമതലപ്പെടുത്തിയിട്ടുള്ള KCBCയുടെ ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള സോഷ്യൽ സർവീസ് ഫോറം ഇത് സംബന്ധിച്ച് പ്രഥമ ആലോചന യോഗം നടത്തി. സിറോ മലബാർ കാറ്റഗിസം പ്രധാന അധ്യാപകരുടെ മീറ്റിംഗ് സംഘടിപ്പിച്ചു. കാക്കനാട്. സിറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിലെ പ്രധാന അധ്യാപകരുടെ മീറ്റിംഗ് സൂം പ്ലാറ്റ്ഫോമിൽ 28-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 8:30 നടത്തപ്പെട്ടു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത്. കോട്ടയം അതിരൂപത കാറ്റഗിസം പ്രധാനാധ്യാപകരുടെ മീറ്റിംഗ് സംഘടിപ്പിച്ചു. കോട്ടയം അതിരൂപതയിലെ വിശ്വാസ പരിശീലന കേന്ദ്രം പ്രധാന അധ്യാപകരുടെ മീറ്റിംഗ് ഗൂഗിൾ മീറ്റിംഗിലൂടെ ആഗസ്റ്റ് 3-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടത്തപ്പെട്ടു. വിശ്വാസ പരിശീലന കമ്മീഷൻ ഡയറക്ടർ റവറൻ ഫാദർ ജിബിൻ മണലോടിയിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. മിഷൻ ലീഗ് പ്രവർത്തന വർഷോദ്ഘാടനം. ജൂലൈ 28-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മിഷൻ ലീഗ് പുതുവേലി യൂണിറ്റിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനം റവറൻ ഫാദർ സ്റ്റീഫൻ വമ്മിയാലിൽ ഉദ്ഘാടനം ചെയ്തു. റവറൻ ഫാദർ ബേബി പെരുന്നലത്തിൽ സന്നിഹിതനായിരുന്നു. ഗ്രാൻഡ് പേരൻസ് ഡേ ആഘോഷിച്ചു. പുതുവേലി സെന്റ് ജോസഫ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ KCCയുടെയും KCWAയുടെയും വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് പേരൻസ് ഡേ ആഘോഷിച്ചു. പള്ളിയിൽ വരുന്ന ഏറ്റവും പ്രായമായ മുത്തശ്ശനെയും മുത്തശ്ശിയെയും റവറൻ ഫാദർ സ്റ്റീഫൻ വമ്മിയാലിൽ, ഏറ്റവും പ്രായം കുറഞ്ഞ മുത്തശ്ശനെയും മുത്തശ്ശിയെയും റവറൻ ഫാദർ ബേബി പെരുന്നലത്തിൽ എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് എല്ലാ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും കൊന്ത നൽകി ആദരിച്ചു. വിശ്വാസ പരിശീലന കേന്ദ്രത്തിലെ കുട്ടികൾ ഗ്രീറ്റിംഗ് കാർഡ് നൽകി. എല്ലാവരും കൂടി ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. തുടർന്ന് ഗ്രാൻഡ് പേരൻസുമായി കുട്ടികൾ സംവാദം നടത്തി. പള്ളിയിൽ വരാൻ സാധിക്കാത്ത മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും അവരവരുടെ വീടുകൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു.
നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. വിശുദ്ധ മർക്കോസ് 10:44-45. ഇന്ന് ഓഗസ്റ്റ് 4, വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ. എല്ലാ വൈദികർക്കും തിരുനാൾ ആശംസകൾ. ഇതോടെ വാർത്തകൾ പൂർത്തിയായിരിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സകല വിശുദ്ധരെ, സഭയിലെ രക്തസാക്ഷികളെ, സ്വർഗനിവാസികളെ, കാവൽ ദൂതരെ. സകല വിശുദ്ധരെ, സഭയിലെ രക്തസാക്ഷികളെ, സ്വർഗനിവാസികളെ, കാവൽ ദൂതരെ. പൂർവപിതാക്കളെ, പ്രവാചകന്മാരെ,